നമസ്കാരം. ഒരു പുതിയ ക്ലാസ്സിലേക്ക്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജണ്ടവരിശകളാണ്. ജണ്ടവരിശകൾ, സപ്തസ്വരങ്ങൾ, സരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ. അത് കഴിഞ്ഞാലുള്ള ലെസൺ ജണ്ടവരിശകൾ. അതിൽ നമ്മൾ 6 ജണ്ടവരിശകൾ എടുത്തു കഴിഞ്ഞു, പാടിക്കഴിഞ്ഞു. ഇനി ഒരു 2 ജണ്ടവരിശകൾ കൂടിയാണ് നമ്മൾ എടുക്കുന്നത്, 7ഉം 8ഉം. അപ്പം ഇന്ന് നമ്മൾ പാടാൻ പോകുന്നത് 7ാമത്തെ ജണ്ടവരിശയാണ്. ജണ്ടവരിശകൾ 7. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സ സ രീ രി ഗ ഗ, സ സ രീ രി ഗ ഗ മ മ, രീ രി ഗ ഗ മ മ, രീ രി ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ധ ധ മ മ പ പ, ധ ധ മ മ പ പ, ധ ധ നീ നീ, പ പ ധ ധ നീ നീ, പ പ ധ ധ നീ നീ, സ സ. ആരോഹണം കഴിഞ്ഞു. ഇനി താഴേക്കാണ് അവരോഹണം. സ സ നീ നീ ധ ധ, സ സ നീ നീ ധ ധ പ പ, നീ നീ ധ ധ പ പ, നീ നീ ധ ധ പ പ മ മ, ധ ധ പ പ മ മ, ധ ധ പ പ മ മ, ഗ ഗ പ പ മ മ, ഗ ഗ പ പ മ മ, ഗ ഗ രീ രി മ മ, ഗ ഗ രീ രി മ മ, ഗ ഗ രീ രി സ സ. അതാണ് വരിശകളുടെ ഓർഡർ. സ സ, ആദ്യത്തെ സായിക്ക് ഒരു ദീർഘമുണ്ട്. അതുപോലെ രീ രി, ആ ആദ്യത്തെ രീക്കും ഒരു ദീർഘമുണ്ട്. സ ദീർഘം സ, രീ ദീർഘം രി. അപ്പം 2 ദീർഘം വരും ആദ്യത്തെ ഫസ്റ്റ് ലൈനിലെ ആദ്യത്തെ പോർഷനിൽ. സ സ രീ രി. നമ്മൾ ആ ഗ്യാപ്പ് ഇടുന്നത് ദീർഘമാണ്. ആ ഓർഡർ വെച്ച് കറക്റ്റായിട്ട് സ സ രീ രി, ആദ്യം 2 വര. സ സ രീ രി ഗ ഗ, ഒരു വര. സ സ രീ രി ഗ ഗ മ മ, 2 വര. അപ്പോൾ ഒരു താളം കഴിയും. അപ്പോൾ ആ ഓർഡറിൽ അതുപോലെ നോട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ട്യൂൺ, അതിൻ്റെ ആ സ്വരസ്ഥാനങ്ങൾ ട്യൂണ് പാടി പഠിക്കുക. അതിനുശേഷം താളത്തിലേക്ക് പോവുക. അപ്പം നിങ്ങൾക്ക് ആ ഓർഡർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് പാടേണ്ടത്, എവിടെയാണ് ആ ദീർഘം വരുന്നത്, ആ ദീർഘമൊക്കെ എങ്ങനെയാണ് പാടുക, അതിൻ്റെ ട്യൂൺ എങ്ങനെയാണെന്ന് പാടാൻ പോകുന്നത്, അത് ശ്രദ്ധിച്ച് കേട്ടോളൂ. സ സ രീ രി ഗ ഗ, സ സ രീ രി ഗ ഗ മ മ, രീ രി ഗ ഗ മ മ, രീ രി ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ, ധ ധ മ മ പ പ, ധ ധ മ മ പ പ, ധ ധ നീ നീ, പ പ, ധ ധ നീ നീ, പ പ, ധ ധ നീ നീ, സ സ സ സ നീ നീ, ധ ധ സ സ നീ നീ, ധ ധ പ പ നീ നീ,
da da pa pa ni ni da da pa pa ma ma da da pa pa ma ma da da pa pa ma ma ga ga pa pa ma ma ga ga pa pa ma ma ga ga re re ma ma ga ga re re ma ma ga ga re re sa sa. അപ്പം sa sa ri ri ga ga. കർണാടക സംഗീതത്തിൽ ഒരു ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമാണ്. സാ 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 ആ രണ്ട് സ്വരം പാടുന്ന സ്ഥലത്താണ് നമ്മൾ സാ സ രീ രി ഗ ഗ. അപ്പൊ 8 സ്വരമായി. സാ സ 3, രീ രി 3, 3 3 6, ഗ ഗ 2 8. അപ്പം മൊത്തം 8 സ്വരമായി. താളത്തിന്റെ പകുതിയായി. പിന്നെ സാസ രീതി ഗ ഗ മാമ 8 8 8 16. അപ്പോൾ ആ താളം കഴിഞ്ഞു. ഒരു ലൈനിൽ 16 സ്വരം വരണം. ഒരു ലൈനിൽ 16 സ്വരം വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. മനസ്സിലായോ? അതായത് ആദ്യ താളം എന്ന് പറയുന്നത് 8 ബീറ്റാണ്. 1 2 3 4 5 6 7 8. ടോട്ടൽ 8 ബീറ്റ്സ് ആണ് ആദ്യ താളം എന്ന് പറയുന്നത്. ഓരോ ബീറ്റിലും 4 സ്വരങ്ങൾ വെച്ചിട്ടാണ്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. നമ്മൾ ഇത് പാടുന്ന സമയത്ത് 1 2 1 2 1 2 1 2 അങ്ങനെ കണക്കാക്കി നമ്മൾ എഴുതുക. പിന്നെ 1 2 1 2 1 2 1 2 അങ്ങനെ കണക്കാക്കാണ് നമ്മൾ പാടുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു ബീറ്റിൽ 8 × 2 16. അപ്പോൾ ഓരോ ബീറ്റിലും 2 സ്വരം വെച്ച് കണക്കാക്കിയാണ് നമ്മൾ നോട്ട് എഴുതിയിരിക്കുന്നതും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താണ് പാടുന്നതും. അപ്പം സാ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ദ ദ സ സ നീ നീ ദ ധ പ പ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ
ma ga ga ri ri ma ma ga ga ri ri sa sa. അങ്ങനെയാണ് താളം അടിച്ച് നമ്മൾ പാടുക. സാ സ ദി ഈ ദി ഗ ഗ. സാ അടി സാ സ ദി സ ദി. പിന്നെ ഒരു ദീർഘവും ഒരു നോട്ടും അടുത്തതിൽ വരും. സാ സ ദി ദി ഗ ഗ സ സ ദി ദി ഗ ഗ മ മ രി ദി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ. കണ്ടോ, ഒരു സ്വരവും ഒരു ദീർഘവും. ഗ ഗ കണ്ടോ, ഗ ഗ മ മ ആ മ ഒരു ദീർഘവും സ്വരവും. പ പ ഗ ഗ മ മ പ പ ധ ധ. ആ ദീർഘം വരുന്നതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പം രണ്ട് സ്വരം, ഒരു ദീർഘം എന്ന് പറഞ്ഞൊരു സ്വരമാണ്, അത് കണക്കാക്കിയാൽ മതി. ഒരു ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമാണ്. അപ്പം രണ്ട് സ്വരം ഒരടിക്ക് വരുമ്പോൾ എങ്ങനെ വരിക? സാ ഒരടിക്ക്, സ ദി ഫസ്റ്റ് ഫിംഗർ, പിന്നെ രിക്ക് ഒരു ദീർഘമുണ്ട്, ഈ ദി അടുത്ത സെക്കൻഡ് ഫിംഗർ, ഗ ഗ. അപ്പോൾ ഒരു ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആ രണ്ട് സ്വരമായിട്ട് കണക്കാക്കി അങ്ങ് പാടിപ്പോയാൽ മതി. സാ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ നീ നീ ദ ദ സ സ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. ആദ്യം ഫോളോ ചെയ്ത് പഠിക്കുന്നവർ ആദ്യം കൃത്യമായി സാറ് പറഞ്ഞ പോലെ ദീർഘങ്ങളെല്ലാം കണക്കാക്കിയിട്ട് കറക്റ്റായിട്ട് നോട്ട് ഫുള്ളായി എഴുതുക. അതിനുശേഷം താളം അടിക്കാതെ സ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ മ മ എന്ന് ആദ്യം സ്വരസ്ഥാനങ്ങൾ അതിന് ട്യൂണ് നല്ലപോലെ പാടി കറക്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒന്നാം കാലത്തിൽ രണ്ട് സ്വരം വരുന്ന പോലെ
താളം പിടിച്ച് പാടി നോക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്കിത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾ ഒന്നാം കാലം സ സ ടി ടി ഗ ഗ സ സ ടി ടി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ അങ്ങനെ അടുത്ത കാലം വരിക. സ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ നീ നീ ദ ദ സ സ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ മ മ ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. രണ്ടാം കാലം സ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ. അതതിൻ്റെ അടുത്ത മൂന്നാം കാലം. അടുത്ത കാലത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നാം കാലവും രണ്ടാം കാലവും. ഒന്നാം കാലം ആദ്യം വൃത്തിയാക്കൂ. രണ്ടാം കാലത്തിനെ കുറിച്ച് മൂന്നാം കാലത്തെ കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട. നിങ്ങൾ ഒന്നാം കാലം നല്ലപോലെ വൃത്തിയാക്കി അത് പക്കയായിട്ട് താളമടിച്ച് ശ്രുതിയിട്ട് താളമടിച്ച് പാടിയിട്ട് നിങ്ങൾ അതിൻ്റെ അടുത്ത കാലത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വരസ്ഥാനവും താളവും ഒക്കെ തെറ്റും. നിങ്ങൾ ചെയ്യരുത്. ഇപ്പം നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇന്നത്തെ ശ്രുതി സ്കെയിൽ ബി ആണ്. 7 കട്ട 7 കേട്ടോ. ഇന്നത്തെ ക്ലാസ് 7 ശ്രുതി ബി. നിങ്ങൾ ശ്രുതി ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ആപ്പിൽ വെക്കുകയാണെങ്കിൽ ബി എന്നാണ് വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 7 കട്ട ശ്രുതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആദ്യം ശ്രുതിയിട്ട് താളമടിച്ച് നല്ല സ്വരം സ്ഥാനങ്ങൾ റെഡിയാക്കി ശ്രുതിയിട്ട് താളമടിച്ച് ആദ്യം ഒന്നാം കാലം കറക്റ്റാക്കൂ. അതിനുശേഷം നിങ്ങൾ പതുക്കെ രണ്ടാം കാലത്തിലേക്ക് പോയാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ നോട്ടെഴുതി കൃത്യമായിട്ട് സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ താളം തെറ്റാതെ ശ്രുതി തെറ്റാതെ കൃത്യമായി പാടി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലോ നമ്മുടെ മെസ്സേജിലോ ചോദിച്ചാൽ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് സാറിൻ്റെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പഠിക്കും. ഓൾ ദി ബെസ്റ്റ്.